ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും കേട്ടോ. ഇത് ഫ്രീ ആണ്. നമുക്ക് ഈ ഓസ്ട്രേലിയയിലുള്ള ഏത് ഇത് കണ്ടോ, ഇന്ത്യയിലുള്ള പോലെ ജ്വല്ലറി ഷോപ്പ് കണ്ടോ, ഒരു കുമരൻ സിൽക്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ റെൻറ്റിൻ്റെ കഥ പറയാം. റെൻറ്റിന് എടുക്കണമെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വീടുകളുടെയൊക്കെ സെയിലിനുള്ളതും ലീസിനുള്ളതും ഒക്കെ ആയിട്ടുള്ള ഇവിടെ കണ്ടൊരു ഇന്ത്യൻ ബ്യൂട്ടി പാർലർ ഉണ്ട്. ബ്രൗൺ റൈസ് ഒക്കെ കുക്ക് ചെയ്ത് സ്റ്റീം ചെയ്ത് കിട്ടും. നമ്മൾ ഹലോ എവിടെ പോവാണ്, ഒരു ഇൻഹിബിഷനും ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കോഴിയാണ് എന്നുള്ളത്. ഞാനിങ്ങനെ സഡേൻ എൻ്റെ മനസ്സിലിങ്ങനെ മത്തി എന്ന് പറയുന്നുണ്ട്. അവൻ ഓസ്ട്രേലിയൻ ആക്സെൻറ്റും അല്ല, ബ്രിട്ടീഷ് ആക്സെൻറ്റും അല്ല, എന്തോ ഒരു കാടൻ ആക്സെൻറ്റ്. പക്ഷെ എല്ലാം ഓട്ടോമാറ്റിക്കാണ്. വണ്ടിയുടെ അകവും കൂടെ കഴുകി കിട്ടിയേനെ. ഇന്നിവിടെ സാറ്റർഡേ. അപ്പോൾ രാവിലെ നല്ല മഴയൊക്കെ പെയ്ത് മടി പിടിച്ചിരിക്കാൻ പറ്റിയ ഒരു ക്ലൈമറ്റാണ്. ഫുള്ള് മഴക്കോളല്ല, മഴ പെയ്തു, അങ്ങനെ ഒരു ഇതാ. അപ്പോൾ പക്ഷേ നമുക്ക് കുറച്ച് പരിപാടികൾ ഇന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗാക്കാം, നിങ്ങൾക്കും കൂടെ കാണാം എൻ്റെ ഒരു സാറ്റർഡേ. എല്ലാ സാറ്റർഡേ ഒരുപോലെയല്ല, ഇന്നത്തെ സാറ്റർഡേയിൽ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ 2 ഡ്രസ്സ് ഒന്ന് ഓർഡർ ചെയ്യാൻ കൊടുക്കണം. പിന്നെ നമുക്കിവിടെ കെമിസ്റ്റ് വെയർ ഹൗസിൽ പോകണം. അപ്പോൾ വാ, നിങ്ങളും കൂടെ വാ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഈ ഓൾട്രേഷൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാനിതിന് മുന്നത്തെ ഏതോ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ഡ്രസ്സ് മേടിക്കുന്നതിനേക്കാളും കൂടുതലാണ് കാശാണ് അത് നമ്മൾ ഓൾട്ടർ ചെയ്യാൻ കൊടുക്കുന്നത്. ഞാൻ ഏതോ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, $50 ഒരു പാൻറ്റ് മേടിച്ചിട്ട് ഞാനത് ഓൾട്രേഷൻ എന്തോ കൊടുത്തപ്പോൾ $55 ആയിരുന്നു. എന്നിട്ട് ഞാനത് കൊടുത്തില്ല, പിന്നെ തിരിച്ചു മേടിച്ചു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് നമ്മുടെ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഓൾട്രേഷൻ സെൻറ്റർ ഉണ്ട്. അവിടെ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഭയങ്കര കാശായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ കൊടുക്കാറില്ല. ഞങ്ങൾ പണ്ട് താമസിച്ചൊരു സബർബുണ്ട്, ട്വിങ്കാബി എന്ന് പറഞ്ഞ്, സിഡ്നിയിലെ ട്വിങ്കാബി എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എനിക്ക് പൊതുവേ സാധനങ്ങൾക്കും എല്ലാ സാധനങ്ങളും ഇപ്പോൾ വൂളീസും കോൾസിലെയും ആ സാധനങ്ങളുടെ കഥയല്ല പറയുന്നത്, അതൊക്കെ എല്ലാത്തും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൈസാണ്. അല്ലാണ്ടുള്ള ചില സാധനങ്ങളൊക്കെ എനിക്ക് അവിടെ കുറച്ച് വില കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാ സബർബിലും വില സെയിം ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രോപ്പർട്ടി പ്രൈസ് തൊട്ട് ചില സബർബിൽ പ്രോപ്പർട്ടി പ്രൈസ് ഭയങ്കര കൂടുതലായിരിക്കും, ചിലയിടത്ത് കുറവായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ സാധനങ്ങളും ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഗ്രോസറി അല്ല പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ ഓൾട്രേഷൻ, ഞങ്ങളുടെ ഇവിടെ ഓൾട്രേഷൻ കൊടുക്കുമ്പോൾ കൂടുതലാണ് കാശ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ ട്വിങ്കാബി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഞാൻ ഓൾട്രേഷൻ കൊടുക്കുമ്പോൾ ഒരു ഏഷ്യൻസ് നടത്തുന്ന ഒരു ഓൾട്രേഷൻ സെൻറ്റർ ഉണ്ട്. അവിടെ കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ $55 ആയിസാണ്, അവിടെ എനിക്ക് $15 ചെയ്തു തന്നു. അത്രയും ഡിഫറൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനെ സബർബ് നോക്കിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഓൾട്രേഷൻ. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് ട്വിങ്കാബിയിലെ ഓൾട്രേഷൻ സെൻറ്റർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായി ചെയ്യുകയും ചെയ്യും. കുറച്ച് സമയം എടുക്കും, ഇവിടെ എല്ലാത്തിനും സമയം എടുക്കും. ഇപ്പോൾ ഓൾട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 1-1.5 വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളൂ. അത് എനിക്ക് തോന്നുന്നു നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ 1-1.5 വീക്ക് കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ ഇന്ന് തന്നെ കിട്ടിയിട്ട് നാളെ ഇടേണ്ട സാധനമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് അവിടെ പോകാം, എന്നിട്ട് ഓൾട്രേഷൻ കൊടുക്കാം. എനിക്കൊരു ഡ്രസ്സ് ഓൾട്രേഷൻ കൊടുക്കാറുണ്ട്, പിന്നെ ഒരു ജാക്കറ്റ്, അതിൻ്റെ കൈ ഭയങ്കര ലൂസാണ്, അതെടുക്കണം. പിന്നെ എനിക്ക് കെമിസ്റ്റ് വെയർ ഹൗസിൽ പോയിട്ട് എനിക്ക് 2-3 സീറം എടുക്കാനുണ്ട്. പറ്റിയാൽ ലിപ്സ്റ്റിക്ക് നോക്കണം. ലിപ്സ്റ്റിക്ക് ചെറിയൊരു ലിപ്സ്റ്റിക് ഭ്രാന്തുണ്ട്. പക്ഷേ ഒരു ഷെയ്ഡ് ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്, വലിയ വിലയൊന്നുമില്ല. അപ്പം ഞാൻ ആ ഷെയ്ഡ് അവിടെ ചെന്നിട്ട് നോക്കാം എന്ന് വിചാരിക്കുന്നു. നോക്കാം, നമുക്ക് പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ വല്ലതും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ല വർത്താനമൊക്കെ പറഞ്ഞു പോവാം. ബാ, ഇവനാണ് ഇത്. ഞാൻ ഷീന്ന് മേടിച്ച ഒരു ഉടുപ്പാണ്. പക്ഷേ ഇതിൻ്റെ നെക്ക് കുറച്ചിങ്ങനെ ചാടി പോകും, കുറച്ച് വൈഡാണ്. ഞാനാണെങ്കിൽ എൻ്റെ ഷോൾഡർ അത്ര വൈഡായിട്ടുള്ള ഷോൾഡറൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ചാടി പോകും. അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊരു ഫ്ലോറൽ ഒരു ഉടുപ്പാണ്. അപ്പോൾ ഇവനെ നമുക്ക് എടുക്കണം. പിന്നെ ഒരു ജാക്കറ്റും കൂടി എടുക്കണം. പിന്നെ നമുക്കിതാ ഈ ഒരു ജാക്കറ്റും കൂടി എടുത്താൽ ഇവൻ്റെ എനിക്ക് കൈ ഇച്ചിരി ലൂസാണ്. അപ്പോൾ അതും കൂടെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ 2 സാധനം എടുക്കാനാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട. അപ്പോൾ നമ്മൾ റെഡിയായി, നമുക്കൊന്ന് വണ്ടി എടുത്തിട്ട് അങ്ങ് പോയേക്കാം. ഓക്കെ, ബാ.
മഴയാണ് ഫുള്ള്. ഇങ്ങനെ പെരുമഴയല്ല, എന്നാലും ഒരു മഴയാണ്. പോയേക്കാം. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ക്ലൈമറ്റ് ഇഷ്ടമേ അല്ല. എനിക്കിങ്ങനെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കണം, പക്ഷെ ചൂട് പാടില്ല, പക്ഷെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കണം. ഇതിപ്പോ ഇങ്ങനെ മൂടിക്കെട്ടിയായിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ പോകുന്ന ടുങ്കാബി എന്ന് പറഞ്ഞ സ്ഥലം ഒരു 30 minutes ഡ്രൈവ് ഉണ്ട്. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ആ ഓൾട്രേഷൻ സെന്റർ തുറന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സൺഡേ തുറക്കില്ല, സാറ്റർഡേ തുറന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന്റെ പേര് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കരുത്. ഞാൻ നോക്കി, പക്ഷെ കറക്റ്റ് ആ സ്ഥലം കിട്ടിയില്ല. എന്തായാലും ചെന്ന് നോക്കാം. പിന്നെ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, കുറച്ച് ഗ്രോസറി ഒക്കെ മേടിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അതും ആവാമല്ലോ, ഇത് തുറന്നിട്ടില്ലെങ്കിലും. തുറന്നാൽ മതിയായിരുന്നു. ടുങ്കാബി അടുക്കാറായിട്ടോ. അപ്പോഴത്തേനും ഉണ്ടല്ലോ മഴയൊക്കെ ഇവിടെ കുറവുണ്ട്. അവിടെയൊക്കെ മഴ പെയ്ത് കുറച്ചും കൂടെയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തെളിഞ്ഞിട്ടില്ല, എന്നാലും തെളിഞ്ഞു വരുന്നുണ്ട്. സമയം ഇപ്പൊ 3 മണിയാണേ. നമ്മളങ്ങനെ ടുങ്കാബി എത്തിയേ. വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ സ്ട്രീറ്റ് പാർക്കിംഗ് ആണ് ചെയ്തത്. അപ്പൊ എന്തായാലും ഞാൻ ടുങ്കാബി എത്തിയ സ്ഥിതിക്ക് ഇവിടെയാണ് ഞങ്ങൾ പണ്ട് വന്ന സമയത്ത്, ഓസ്ട്രേലിയയിൽ വന്ന സമയത്ത് ആദ്യം നമ്മൾ താമസിച്ചിരുന്ന ഒരു ചെറിയൊരു സബർബ്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞുതരാം, പിന്നെ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാണ് സബർബ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇത്, മാത്രമല്ല ഇതിൻ്റെ ഒത്തിരി ഉണ്ട്. ചെറിയൊരു സബർബാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഒരു വണ്ടി പോയി. ഒരു ചെറിയൊരു സബർബാണ്. അങ്ങനെ ഒരു ഭയങ്കര ആഷ് പോഷ് സബർബ് ഒന്നുമല്ല, ഓക്കെ സബർബാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സബർബാണ്. പിന്നെന്താണ്, കുറെ വട്ടം അതിലെ സബർബ് എന്ന് പറയുന്നത്. ആ സ്ഥലം ടുങ്കാബി. ഇവിടെ കൂടുതലും ഇന്ത്യൻ സെറ്റിൽമെന്റും ശ്രീലങ്കൻ സെറ്റിൽമെന്റുമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കടകളിലൊക്കെ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ശ്രീലങ്കൻ തമിഴ്സ് ഇവിടെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴിലൊക്കെ ചില കടകളിൽ ഫ്രണ്ടിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രീലങ്കൻ ഫുഡ് കിട്ടും ഇവിടെ, തമിഴ് ഫുഡ് കിട്ടും ഇവിടെ. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഗ്രോസറി വളരെ അധികം സുലഭമാണ് ഇവിടെ ഒത്തിരി കിട്ടും. ഇപ്പം ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളിയാണ് എനിക്കെപ്പോഴും വേണ്ട ഒരു സാധനം. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ചെറിയുള്ളി, കറിവേപ്പില, നമ്മുടെ കേരളത്തിൻ്റെ അങ്ങനത്തെ ഒരു കുക്കിംഗ് ആണ് എൻ്റെ. അപ്പം എനിക്ക് ചെറിയുള്ളി മസ്റ്റാണ്, സവോളയെക്കാട്ടിലും. പക്ഷെ ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് നമുക്ക് വൂളീസിന് ഞാൻ ചെറിയുള്ളി മേടിക്കും. പക്ഷെ ഇവിടെ നിന്നിരുന്ന സമയത്ത് ഇവിടെ വൂളീസ് ഉണ്ട്, കോൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ത്യൻ സ്റ്റോഴ്സ് കുറേ ഉണ്ട്, അല്ലെങ്കിൽ ശ്രീലങ്കൻ സ്റ്റോഴ്സ് കുറേ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയുള്ളിയൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കിട്ടുമായിരുന്നേ. നല്ല രസമുള്ള സംഭവം കേട്ടോ. കണ്ടോ, നല്ല ഒത്തിരി പഴയ വീടുകളൊക്കെ ഉണ്ടേ. ഹലോ, എവിടെ പോവാണ്? രാവിലെ ഇറങ്ങി നടക്കുകയാണ്. ഞങ്ങൾ നിന്നത് ഈ സ്ട്രീറ്റ് അല്ല, ഇവിടെ അല്ല. കുറേ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ട്, അവിടെ ഒരു അപ്പാർട്ട്മെന്റ്, ഇതൊരു അപ്പാർട്ട്മെന്റ്. വലിയ ഹൈ റൈസിങ് ബിൽഡിങ്സ് അല്ല ഇവിടെ, വലിയ അത്രയും വലുത്. കണ്ടോ, ഒരു 3 ഫ്ലോർ 4 ഫ്ലോർ അങ്ങനത്തെ ചെറിയ ചെറിയ അപ്പാർട്ട്മെന്റ്സ്. പിന്നെ ഇതുപോലത്തെ ഒത്തിരി പഴയ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ അപ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് പെട്ടെന്ന് സെറ്റിൽ ആവുന്നത് ഇവിടെ അപ്പാർട്ട്മെന്റ്സിലാണ്. കൂടുതലും അപ്പാർട്ട്മെന്റ്സിൽ കൂടുതലും ഇവിടെ റെന്റേഴ്സ് ആണ്. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് ഒത്തിരി ഇൻസ്പെക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ ഇൻസ്പെക്ഷൻസ് എന്ന് പറയുന്നത്, ഈ അപ്പാർട്ട്മെന്റ് ഞങ്ങൾ പണ്ട് ഇൻസ്പെക്ഷൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ റെന്റിന് വീട് ഈ അപ്പാർട്ട്മെന്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതിങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലായതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. കണ്ടോ, രാവിലെ സാറ്റർഡേ ആയതുകൊണ്ട്, സാറ്റർഡേ സൺഡേ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വീടുകളുടെയൊക്കെ സെയിലിനുള്ളതും ലീസിനുള്ളതും ഒക്കെ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് നടക്കുന്ന സമയമാണ്. കണ്ടോ, ഇത് ഫോർ സെയിൽ അങ്ങനെയൊക്കെ. അപ്പോൾ അതെന്താ ഈ ഇൻസ്പെക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, നല്ലൊരു വഴി കാണിച്ചു തരാവേ. ഞങ്ങൾ പണ്ട് താമസിച്ചത് ഈ സ്ട്രീറ്റിലാണ്. നമുക്ക് ആ സ്ട്രീറ്റ് വഴി അങ്ങ് പോയേക്കാം. ഇതുണ്ടോ, ഇതിങ്ങനെ ഒരു വില്ല പോലെ ഒരു അപ്പാർട്ട്മെന്റ്സ് അല്ല, സോറി, ടൗൺ ഹൗസസ് ആണ്. പക്ഷേ ഇങ്ങനെ ഒരു കുറച്ച് ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെ ആയിട്ട്
ഇവിടെ എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, വീടുണ്ട്, വില്ലയുണ്ട്, ടൗൺ ഹൗസ് ഉണ്ട്. നമുക്ക് റോഡ് നോക്കി ക്രോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ റെൻറ്റിന് എടുക്കണമെങ്കിൽ, റെൻറ്റിനോ അല്ലെങ്കിൽ വാങ്ങിക്കണമെങ്കിലും, ഇപ്പം ഞാൻ റെൻറ്റിൻ്റെ കഥ പറയാം. റെൻറ്റിന് എടുക്കണമെങ്കിൽ നമ്മൾ ഇവരുടെ സൈറ്റ് നോക്കിയിട്ട് ഓരോ വീടിനും ഓരോ ഇൻസ്പെക്ഷൻ ടൈം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ റിയൽറ്റർ ഒരു ഇൻസ്പെക്ഷൻ ടൈം വെച്ചിട്ടുണ്ടാവും. 10 മണി തൊട്ട് 10:30 വരെ ഒന്നും ഉണ്ടാവില്ല, 10:15 വരെ, ഒരു 15 മിനിറ്റ്. ആ സമയത്ത് നമ്മൾ അവിടെ എത്തണം. ആ സമയത്ത് നമ്മൾ അവിടെ എത്തുമ്പോൾ ആ വീട് അവർ തുറന്നു കാണിക്കും. ഓണേഴ്സ് ആയിരിക്കില്ല, റിയൽറ്റേഴ്സ് ആയിരിക്കും, തുറന്നു കാണിക്കും. അപ്പോൾ നമുക്ക് വീട് കാണാം. അന്നേരം ഒത്തിരി പേരുണ്ടാവും, നമ്മളെപ്പോലെ വീട് നോക്കി വരുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമുക്ക് ഒരു 10-15 മിനിറ്റിനുള്ളിൽ വീട് ജസ്റ്റ് നോക്കാം. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരുടെ സൈറ്റിനകത്ത് ഇട്ടിട്ടുണ്ടാവും. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു 10-20 ആപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ 10-20 ആപ്ലിക്കേഷൻ കിട്ടും. എന്നിട്ട് ഓണർ ആണ് തീരുമാനിക്കുക ഇതിനകത്ത് ആർക്ക് വീട് കൊടുക്കണം. അങ്ങനെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബോണ്ട് എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് അടച്ച് നമുക്ക് ആ വീട് സെക്യൂർ ചെയ്യാം. അങ്ങനെയാണ്. സെയിലിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ, കുറച്ചും കൂടെ കൂടുതൽ പ്രൊസീജിയർ ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഇൻസ്പെക്ഷൻ ഇങ്ങനെയാണ്, അവർ പറയുന്ന സമയത്താണ് നമ്മൾ പോയി കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ നമ്മളല്ലേ സാറ്റർഡേ സൺഡേ ഇവിടെ ഇൻസ്പെക്ഷൻസ് കൂടുതലാണ്. ഇപ്പോൾ രാവിലെ കുറേ ഇൻസ്പെക്ഷൻ്റെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ബോർഡ്സ് വെച്ചിട്ടുണ്ടാവും. ഇത് എനിക്ക് തോന്നുന്നു സെയിലിലാണെന്ന് തോന്നുന്നു, എഴുതിയിട്ടില്ല. പിന്നെ എവിടെയാണോ ഇൻസ്പെക്ഷൻ ഉള്ളത്, ഇൻസ്പെക്ഷന് ഓപ്പൺ ഹൗസ് എന്നാണ് പറയാം. കണ്ടോ, ഇതൊരു റിയൽറ്ററാണ്, റിയൽറ്ററിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇൻസ്പെക്ഷൻ ഓപ്പൺ ഹൗസസ് ഉള്ള സമയത്ത് ചറപറ ബോർഡായിരിക്കും എല്ലായിടത്തും. അങ്ങനെ. അപ്പോൾ നമ്മൾ വന്ന കാര്യത്തിന് വേണ്ടി പോവാം. ഞങ്ങളിവിടെ വന്ന സമയത്ത് ടുങ്കാബിയിൽ ഓൾമോസ്റ്റ് 1 വർഷം ഉണ്ടായിരുന്നു. 2 വീട്ടിലായിട്ട് നമ്മൾ 1 വർഷം ഉണ്ടായിരുന്നു. ഒരു വീട് 6 മാസത്തെ ലീസ്, അടുത്ത വീട് അടുത്ത മാസത്തെ. അതിനകത്ത് ഒരു വീടാണ് ഇത്. വീടല്ല, അപ്പാർട്ട്മെൻ്റാണ്. ഈ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ഒരു 6 മാസം താമസിച്ചിട്ടുണ്ട്. ഏത് അപ്പാർട്ട്മെൻ്റ് എന്നറിയോ? ഏതായിരുന്നു? ആ ചെടിയില്ലേ, ആ ചെടി വെച്ചിരിക്കുന്നില്ലേ, ആ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങൾ. ഇതിപ്പോൾ ഏതോ ഒരു പുതിയ ആൾക്കാർ വന്നിട്ട് അങ്ങനെ ചെടി വെച്ചിരിക്കുന്നത്, പ്ലാസ്റ്റിക് ചെടിയാ. അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്, ഈ ഒക്ടേവിയ സ്ട്രീറ്റിൽ. നല്ല രസമുള്ളൊരു, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണേ. അങ്ങനെ വലിയ ബഹളമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കുറച്ചും കൂടെ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. ഹാപ്പനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ടൗൺ സെൻറ്റർ ഉണ്ട്, എല്ലാ കടകളും ഉണ്ട്, മോളുണ്ട്, അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. പണ്ട് ഞങ്ങൾ താമസിച്ചത് ഇങ്ങനെയൊരു ഇതിൻ്റെ അടുത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു. ഞങ്ങളുടെ അല്ല, ഞങ്ങൾ റെൻറ്റിനെടുത്ത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ ഇവിടെ ക്രിക്കറ്റ് കളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മഴയായതുകൊണ്ടാന്ന് തോന്നുന്നു കളിയൊന്നുമില്ല ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും ക്രിക്കറ്റ് ടീം വന്നിട്ട് കളിക്കുമല്ലോ. ഞങ്ങൾ വൈകുന്നേരം ചിലപ്പോൾ നടക്കാൻ പോവും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവിടെ ഫുൾ ഫാമിലീസ് ആയിരിക്കും. പിള്ളേരെയും കൊണ്ട് വരുന്നവർ, പിള്ളേർ കളിക്കുന്നു, അത് ഇത് അല്ലാണ്ട് ഒത്തിരി പേര്. അപ്പോൾ ഈ ഭാഗത്തോട്ട് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, വൈകുന്നേരമൊക്കെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഫുൾ ഇന്ത്യൻസാണ്. നമ്മളൊരു വലിയ ഗ്രൗണ്ടാണേ, ജിറാവൻ ഗ്രൗണ്ട് എന്ന് പറയും. അപ്പോൾ ഈ ജിറാവൻ ഗ്രൗണ്ടിൻ്റെ ഒരറ്റം തൊട്ട് നമ്മൾ മറ്റേ അറ്റത്ത് നടക്കുമ്പോൾ ഒരറ്റത്ത് നിന്ന് ഫുള്ള് പഞ്ചാബി കേൾക്കും, കുറച്ചും കൂടെ നടക്കുമ്പോഴത്തേനും ഹിന്ദി കേൾക്കും, കുറച്ചും കൂടെ നടക്കുമ്പോൾ തമിഴ് കേൾക്കും, തെലുങ്ക് കേൾക്കും, മലയാളം കേൾക്കും. അങ്ങനെ നമുക്കൊരു ഇന്ത്യയുടെ അകത്തോടെ നിന്ന് നടന്നു പോയ പോലെ ഒരു ഫീലാണ്. അത്രയും ഇന്ത്യൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞാൽ ശ്രീലങ്കൻസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇനി ഇവിടുത്തെ ഇതൊരു ചെറിയ സബർബാന്ന് പറഞ്ഞില്ലേ, ഇവിടുന്ന് അങ്ങോട്ടാണ് കടകളൊക്കെ ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോവാം. റോഡ് ക്രോസ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ മുന്നിൽ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ബ്രിസ്ബനിലുണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ ബാനിയോ, ഞങ്ങൾ നിന്നിരുന്ന ബാനിയോ സബർബ് കാണിച്ചിട്ടൊരു വീഡിയോ ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, കയറി കാണാം. ഇവിടെ ഓസ്ട്രേലിയയിലെ ഒരു സബർബ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു സബർബ് എന്ന് പറയുമ്പോൾ അങ്ങനെ സിറ്റി വൈബല്ല, കുറച്ച് ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും. അവിടെ കുറച്ച് റെസിഡൻഷ്യൽ സെറ്റിൽമെൻ്റ് ഉണ്ടാവും. പിന്നെ പൊതുവേ ഒരു സബർബിൽ ഇവിടെ ഉണ്ടാവുന്നത് ഒരു ക്ലിനിക്ക് ഉണ്ടാവും,
അവരുടെ തന്നെ ഒരു പോസ്റ്റ് ഓഫീസ്, കുറേ കടകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഗ്രോസറി ഷോപ്സ്, പള്ളി, പിന്നെന്തൊക്കെയാണ് അത്യാവശ്യം വേണ്ട സാധനം. പിന്നെ ഒരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ടാവും. അതൊക്കെയാണ് ഇവിടെ ഒരു സബർബിൽ ഉണ്ടാവുക. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ പോകുമ്പോൾ കാണിച്ചു തരാം. ഇവിടുത്തെ ട്വിങ്കാബി ഫാമിലി പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലിനിക്കുണ്ട്. ഹോസ്പിറ്റലല്ല, ക്ലിനിക്ക് ചെറുത്. പിന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, വൂളീസ് ഉണ്ട്, കോൾസ്, അതൊക്കെ ഗ്രോസറി മേടിക്കാൻ. പിന്നെ ഇപ്പോൾ ഇത് ഒരു ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് കൂടുതലുള്ള ഒരു സബർബ് ആയതുകൊണ്ട് കുറേ ഇന്ത്യൻ സ്റ്റോഴ്സ് ഉണ്ട് ഇവിടെ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകളും കാര്യങ്ങളും. അങ്ങനെയാണ് ഒരു സബർബ് യൂഷ്വലി ഉണ്ടാവാറ്. പ്രത്യേകിച്ച് ചെറിയ സബർബ്, ഇതേപോലത്തെ ചെറിയ സബർബ്, ചെറിയ ചെറിയ വീടുകൾ, നല്ല ഭംഗിയുള്ള പഴയ വീടുകളാട്ടോ. ഈ ഭാഗത്തൊക്കെ വീടുകൾ. ഇവിടെ ആൾ താമസം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ ഭാഗത്ത് മൊത്തം അപ്പാർട്ട്മെൻറ്റ്സ്, ചെറിയ അപ്പാർട്ട്മെൻറ്റ്സ്. ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ പുതിയ അപ്പാർട്ട്മെൻ്റ് ആണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷം 3 വർഷം ആയിട്ടുള്ളൂ ഈ അപ്പാർട്ട്മെൻറ്റ്. ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ പണി നടക്കുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് തീർന്നു കേട്ടോ. പക്ഷേ ഈ അപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ ചെടിയൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അവർ പണിയുമ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. കണ്ടില്ലേ, എല്ലാ അപ്പാർട്ട്മെൻറ്റ്സിനും ഫ്രണ്ടിൽ തന്നെ ചെടി നടാനുള്ള ആ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഇന്ത്യൻ സ്റ്റോറാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇടയ്ക്ക് സാധനം മേടിക്കുമായിരുന്നു. ഒരു പഞ്ചാബിയുടെയാണിത്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടുന്ന് സാധനം മേടിക്കുമായിരുന്നു. പിന്നെ ഇവിടെ പാനിപ്പൂരി കിട്ടും, അപ്പോൾ ഞങ്ങൾ അത് മേടിക്കുമായിരുന്നു. ചായ്, പിന്നെ പള്ളിയുണ്ട് ഇവിടെ. ഞാൻ പൊക്കോണ്ടിരുന്ന പള്ളി ഇതിൻ്റെ തൊട്ടടുത്ത് സെയിൻറ്റ് ആൻ്റണീസ് പള്ളിയാണ്. വീട്ടിൽ നിന്ന് നടക്കുമ്പോൾ 2 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു പള്ളിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. അന്ന് ഞങ്ങളുടെ വീടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റും സ്റ്റേഷനും തമ്മിൽ ആഞ്ഞു പിടിച്ച് നടന്ന് 5 മിനിറ്റിലെത്തും. പയ്യെ നടന്നു കഴിഞ്ഞാൽ ഒരു 7 മിനിറ്റിലൊക്കെ എത്തുന്ന അത്രയും അടുത്തായിരുന്നു സ്റ്റേഷൻ. ഇപ്പോൾ ഈ കടകളൊക്കെ ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. ഈ കടകളുടെയൊക്കെ ഏറ്റവും അറ്റത്താണ് സ്റ്റേഷൻ. അത്ര അടുത്തായിരുന്നു. പിന്നെ ഇതാണ് പള്ളി, നമ്മുടെ ഞാൻ പൊക്കോണ്ടിരുന്ന പള്ളിയുടെ പാർക്കിംഗ്. ഇത് ചെറിയ പള്ളിയാണേ, ഒരു ചാപ്പലിനെക്കാട്ടും വലിയൊരു പള്ളി എന്നേ ഉള്ളൂ. പക്ഷെ ഒരു മലയാളി അച്ഛനായിരുന്നു അന്ന് ഇവിടുത്തെ വികാരി. ഒരു സെയിൻറ്റ് ആൻ്റണീസ് പള്ളിയാണ്. ഒത്തിരി ഇന്ത്യൻസ് വരുന്ന പള്ളിയാണ്. ഇതായിരുന്നു പള്ളി, ചെറിയ പള്ളി, പക്ഷെ രസമുള്ളൊരു പള്ളിയായിരുന്നു. പിന്നെ നമുക്ക് ഇനി ക്രോസ് ചെയ്യാം. ഇത് കണ്ടോ, ഇത് പുതിയതാണ്. ഞങ്ങളുണ്ടായിരുന്നപ്പോൾ ഇല്ലായിരുന്നു. ട്വിങ്കാബി ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ക്ലിനിക്ക് ഉണ്ട് ഇവിടെ. പിന്നെ അതിൻ്റെ അപ്പുറത്താണ് ട്വിങ്കാബി ഫാമിലി പ്രാക്ടീസ്. അതാണ് ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ക്ലിനിക്ക് പോലത്തെ. ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് ഇവിടെ സബർബ്. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും കേട്ടോ. ഇത് ഫ്രീ ആണ്. നമുക്ക് ഈ ഓസ്ട്രേലിയയിലുള്ള ഏത് ഫോൺ നമ്പർ വിളിക്കണമെങ്കിലും ഇത് ഫ്രീ ആട്ടോ. അങ്ങനെ ഒരു ഫോൺ ബൂത്ത്, കാശൊന്നും കൊടുക്കണ്ട, ചുമ്മാ അങ്ങ് കയറി വിളിച്ചാൽ മതി. പിന്നെ ട്വിങ്കാബി ഫാമിലി പ്രാക്ടീസ് ഇതാണേ. പക്ഷെ ഈ നടവാ. സാറ്റർഡേ ഇല്ലല്ലേ അവര്? അതെനിക്കറിയില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഈറ്ററീസ് ഉണ്ട്. ഇങ്ങനെ കെബാബ് ഷോപ്പ്. ഇത് കണ്ടോ, ഇന്ത്യയിലുള്ള പോലെ ജ്വല്ലറി ഷോപ്പ്. ഇത് ഇന്ത്യൻ സബർബ്, ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് കൂടുതലുള്ള സബർബ് ആയതുകൊണ്ടാണ് അങ്ങനെ ജ്വല്ലറി ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. അതാണ് ഫിഷിൻ്റെ ഷോപ്പ്. ഇതൊരു ഇന്ത്യൻ സ്റ്റോറാണ്. ഇവിടുന്ന് ഞങ്ങൾ കൂടുതലും സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഓൾട്രേഷൻ കട കേട്ടോ. ചെറിയ കടയാണ്, ചെറുതല്ല, അത്യാവശ്യം അകത്തോട്ട് വരുന്നതാണ്. ഇവിടെയാണ് ഞാൻ ഓൾട്രേഷന് കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് അവിടെ പോയി നോക്കാം. ഒരു അങ്കിളും ആൻറ്റി കേട്ടോ ഇത് നടത്തുന്നത്. കുറച്ച് വലിയൊരു ഓൾട്രേഷൻ സെൻ്റർ കേട്ടോ. സ്റ്റിച്ചിങ്ങും ഉണ്ടെന്ന് തോന്നുന്നു.
ഇതാണ് ഇവരുടെ ചേഞ്ചിങ് റൂം കേട്ടോ. അപ്പം ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ വരുന്നത്, വേറെ എവിടെയും കൊടുക്കാറില്ല, കാരണം ഇവിടെ നല്ല ചീപ്പാണ്. ഈവൻ ദോ നമ്മളിപ്പോൾ ഇവിടെ അല്ല താമസിക്കുന്നത്, നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു 30 മിനിറ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടെ തന്നെയാണ് സാധനങ്ങളൊക്കെ കൊടുക്കാറ്, ഓൾട്ടറേഷന് വേണ്ടിയിട്ടുള്ളത്. ആ ആൻറ്റി കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഈ ആൻറ്റി ഒരു ഏഷ്യൻ ആൻറ്റിയാണ്, പാവം കേട്ടോ നല്ല. അപ്പോൾ ആൻറ്റി ആദ്യം എന്നെ കൊണ്ട് ഇടിയിപ്പിച്ചിട്ട് ഇവിടെ പിന്നുകുത്തും, എവിടെയൊക്കെയാണ് ഓൾട്ടർ ചെയ്യേണ്ടതെന്നുള്ളത് പിന്നുകുത്തി അടയാളപ്പെടുത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടെ കണ്ടോ ഒരു കുമരൻ സിൽക്സ് ഒക്കെ ഉണ്ട്, അകത്ത് സാരിയും കാര്യങ്ങളൊക്കെ കിട്ടും, അങ്ങനത്തെ ഒരു ഇതാ. പിന്നെതാ ഇത് കണ്ടോ ഒരു ഫാർമസി ഉണ്ടാവും ഇവിടെ, ഡിസ്കൗണ്ട് സ്റ്റോറ്, പിന്നെ നമ്മുടെ വൂളീസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത്. നല്ല ഒരു ചെറിയ സബബാണ്, നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ട, അപ്പം അങ്ങോട്ട് പോവാം, അകത്തോട്ട് പോവാം. ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. ഇതുമൊക്കെ ഒരു ഇന്ത്യൻ സ്റ്റോറാട്ടോ, ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടും. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ നിന്നായിരുന്നു ബീഫൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ കണ്ടൊരു ഇന്ത്യൻ ബ്യൂട്ടി പാർലർ ഉണ്ട്, പിന്നെ നമ്മുടെ വൂളീസ് ഉണ്ട് ഇവിടെ. വൂളീസൊക്കെ പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ സെയിം റേറ്റും സെയിം അലൈൻമെൻ്റ് ഒക്കെയാണ്. ഇവിടെ ഉണ്ടല്ലോ, ഇത് കണ്ടോ ബ്രൗൺ റൈസൊക്കെ കുക്ക് ചെയ്ത് സ്റ്റീം ചെയ്ത് കിട്ടും. നമ്മളിത് പിന്നെ ചൂടാക്കിയാൽ മതിയേ, അങ്ങനത്തെ കിട്ടും. നമ്മൾ മേടിക്കാറില്ല അങ്ങനത്തെ. ഇത് കണ്ടോ ഇതൊക്കെ ബസ്മതി കുക്ക് ചെയ്തതാണ്, സോറി ബസ്മതി അല്ല, ഇത് ബ്രൗൺ റൈസാണ്, കുക്ക് ചെയ്തതാണ്. നമ്മൾ ചൂടാക്കുകയോ സ്റ്റീം ചെയ്താലോ മതി. അങ്ങനത്തെ റെഡിമെയ്ഡ് റൈസൊക്കെ കിട്ടും. അത്രയ്ക്ക് മടിയുണ്ടെങ്കിൽ ചോറുണ്ടാക്കാൻ പോലും വയ്യെങ്കിൽ ഇതെടുത്താൽ മതി. ഇത് കണ്ടോ ബസ്മതി, ഇത് കുക്ക് ചെയ്തതാണിത്, കണ്ടല്ലേ കുക്ക് ചെയ്തത്. സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്, പിന്നെ ചെറിയ ക്വാണ്ടിറ്റി മതിയെങ്കിൽ ഇതാ അങ്ങനെ. കോക്കനട്ട് ചില്ലി, ലെമൺ ഗ്രാസ്, ഇതൊക്കെ കുക്ക് ചെയ്ത റൈസുകളാണേ. ഞങ്ങൾ മേടിക്കാറില്ല, നമ്മൾ ചോറ് ഉണ്ടാക്കുക തന്നെ പതിവ്. ഇത് കണ്ടപ്പം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ബ്രൗൺ റൈസ്. ഇവിടെ ഇങ്ങനെ ഒരു ഡോളർ സ്റ്റോർ പോലത്തെ ഉണ്ട്. ഇവിടെ എല്ലാത്തിനും ഭയങ്കര വിലക്കുറവാണ്. ഒരു ചൈനീസ് സ്റ്റോർ പോലത്തെ സംഭവം അത്. ഇങ്ങനത്തൊക്കെ ചെറിയ വരെയുള്ളൂ, പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ ഇതുകൊണ്ട് ഇവിടെ ബോൾസ് ആൻഡ് പ്ലേറ്റ് എപ്പോഴും 50% ഓഫായിരുന്നു. ഞങ്ങൾ പണ്ടിവിടെ ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇത് കണ്ടോ, ഇതൊരു $7.99, $8. സെറാമിക്കാണേ, അത്യാവശ്യം വലുപ്പമുണ്ട്. $8 ഉള്ളൂ. ഇതിന് 5.99. എല്ലാം പൊട്ടുന്ന പാത്രം, സെറാമിക്കാണ് ഇതൊക്കെ. പിന്നെ ക്യാൻവാസുകളൊക്കെ നോക്കിക്കേ, വിലക്കുറവാണ്. ക്യാൻവാസ് പെയിൻറ്റിങ്ങിനൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, വിലയും കുറവാണ്. ചെറിയ കടയാണ്, ചില സാധനങ്ങൾ നല്ല, ചിലതൊക്കെ ഭയങ്കര മോശമാണ്, പക്ഷെ നോക്കി മേടിക്കണം. പണ്ട് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കുമായിരുന്നു.
അങ്ങനെ നമ്മളതാ ടുങ്കാബിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് സാധനം ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ കൊടുത്തു. പിന്നെ ടുങ്കാബി വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മീൻ മേടിച്ചിട്ടേ പോകുള്ളൂ. കാരണം ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചില്ലേ ഒരു നല്ലൊരു മീൻ കടയുണ്ട്, ശ്രീലങ്കൻസിൻ്റെ ആണ്. നല്ലതാണ്, നല്ല ഫിഷാണ് എപ്പോഴും. അപ്പോൾ ഞങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ അവിടുത്തെ മീൻ മേടിച്ചിട്ട് പോകും. കാരണം ഞങ്ങളുടെ അവിടെ മീൻ കിട്ടും. ചില സമയത്ത് തോന്നും ഇവിടുത്തെ മീനാണ് കുറച്ചും കൂടെ നല്ലതെന്ന്. പിന്നെ ഇവിടെ കുറച്ചും കൂടെ വിലക്കുറവുണ്ട് മീനിനൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ മത്തി ഞാൻ മേടിച്ചിട്ടാണ് പോയത്. മത്തി മേടിച്ചു. കാരണം നമ്മുടെ അവിടെ മത്തി കിട്ടും, പക്ഷേ അതിന് വേറെ എന്തോ ഒരു ടേസ്റ്റാണേ. നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റ് അല്ല, പക്ഷെ ഇവിടുന്ന് മേടിക്കുന്ന മത്തിക്ക് പിന്നെയും നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് മത്തി മേടിച്ചു. മത്തി പോയിട്ട് വറക്കാം നമുക്ക്. അതൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് തിരിച്ച് കാറിൻ്റെ അങ്ങോട്ട് നടക്കും. ഇപ്പോൾ ഒരു സംഭവം ഉണ്ട്, പക്ഷെ എനിക്കിത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എങ്ങനെ എടുക്കുക? അവിടെ മീൻ കടയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരും. അതുകൊണ്ട് നിൽക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. കണ്ടാൽ അറിയാം, ഒന്നെങ്കിൽ ഇന്ത്യനാണ് അല്ലെങ്കിൽ ശ്രീലങ്കനാണ്. ആവശ്യമില്ലാണ്ട് സംസാരിക്കുകയാണേ ഞാൻ. ഒരു മിനിറ്റ്. മീൻ കടയിൽ ഞാൻ നിൽക്കുക. മത്തി പറഞ്ഞു, അവരത് വെട്ടി ക്ലീൻ ചെയ്തൊക്കെ തരും. അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഒരു തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരു ചേച്ചി അവിടെ നിൽപ്പുണ്ട്, ഒരു വേറൊരിടത്ത് നിൽപ്പുണ്ട്. ചേച്ചി മീൻ മേടിച്ച് പോയി. അപ്പോൾ വേറെ ഞാൻ പറയാം, മറ്റേ വേറെ ഒരുത്തുണ്ട്. കണ്ടാലും ഇന്ത്യനെ പോലെ ഉണ്ട്, അല്ലെങ്കിൽ ശ്രീലങ്കൻ, നമ്മുടെ ഒരു ബ്രൗൺ സ്കിന്നാണ്. അവൻ പെടുന്ന ഓടി വന്നിട്ട് ഹലോ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വർത്താനം. അപ്പം ഞാനിങ്ങനെ ഹൈ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാത്ത പോലെ. കാരണം നമുക്കൊരു വൈബ് കിട്ടുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വെറുതെ സംസാരിക്കുന്നത് നമുക്ക് പ്രശ്നമില്ല. പ്രത്യേകിച്ച് ഇവിടെ ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ വെറുതെ വർത്താനമൊക്കെ പറയും. പക്ഷെ ഇവൻ്റെ ഇത് നമുക്ക് കണ്ടാലേ മനസ്സിലാവും. കോഴി എന്ന് പറഞ്ഞാൽ പോരാത്ത കോഴി. ഞാനിങ്ങനെ ഇരിക്കും. ആദ്യമായിട്ടല്ല, പുറത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ഇവിടെ വന്ന് വർത്താനം കൊണ്ട് അവൻ്റെ ആക്സെൻറ്റ് കണ്ടാലറിയാം. എൻ്റെ പൊന്നേ ഇങ്ങനെയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഉണ്ടാക്കിയ ആക്സെൻറ്റ്. ഹലോ ഹോ യു എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ബഹളം. what are you getting എന്നൊക്കെ ചോദിക്കുക. അപ്പം ഞാനിങ്ങനെ സാഡേൻ, എൻ്റെ മനസ്സിലിങ്ങനെ മത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് what are you getting സാഡേൻ, what fish is that എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര എൻ്റെ പുള്ളി പറയൽ ഐ എം ഗെറ്റിംഗ് എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അവൻ ആവശ്യമില്ലാണ്ട് ആക്സെൻറ്റ്, അവൻ ഓസ്ട്രേലിയൻ ആക്സെൻറ്റും അല്ല, ബ്രിട്ടീഷ് ആക്സെൻറ്റും അല്ല, എന്തോ ഒരു കാടൻ ആക്സെൻറ്റ്. പക്ഷെ ഭയങ്കര സ്വാഗിൽ സംസാരിക്കുന്നത്. ഇമ്പ്രസ് ചെയ്യാനാണ്. ഞാനിങ്ങനെ എൻ്റെ ചോദിച്ചൊക്കെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് വൈ വർക്കിംഗ് എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ശരി വൈ ഡൂയിങ് IT. അപ്പം ഞാനെല്ലാം ജസ്റ്റ് വൺ വേർഡ്. അവന് മനസ്സിലായിരുന്നില്ല ഞാനിങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നില്ല എന്ന്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗേൾസിന് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികളെ നമ്മൾ പലവിധം കോഴികളെ കാണും. ചിലത് കോഴികളാണ്, അങ്ങനെ നമുക്ക് മനസ്സിലാവും അവരുടെ അപ്രോച്ച് എന്താണെന്ന് മനസ്സിലാവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൂവൻ കോഴി. അപ്പോൾ അവനോട് സംസാരിച്ചൊരു ഫേസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവൻ കോഴിത്തരം ഇങ്ങനെ ഫുള്ള് പുറത്തെടുത്തിരിക്കുന്ന ആളാണ്. പക്ഷെ ഒരു ഇൻഹിബിഷനും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കോഴിയാണ് എന്നുള്ളത്. പക്ഷേ രസമുണ്ടായിരുന്നു. ഒത്തിരി കാലത്തിന് ശേഷം ഇവിടെ പുറത്തുനിന്ന് ഓസ്ട്രേലിയയിൽ ഇത്രയും വലിയൊരു കോഴിയെ കണ്ടത്. ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നു. ഞാനിങ്ങനെ എല്ലാം എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യത്തിന് ആ സമയത്ത് അവൻ്റെ മീൻ വന്നു, അവൻ പോയി. നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ എന്തിനെ പറ്റിയാന്ന് പറയുന്നത്, എത്ര ഡിഗ്രി കോഴിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. കോഴികൾ തന്നെ പല ഡിഗ്രി ഉണ്ടല്ലോ. ഇതിനകത്ത് ഇത് ഹൈ എൻഡ് കോഴി. പക്ഷെ ഇങ്ങനെ ഫേക്ക് ആക്സെന്റ് എന്ന് പറഞ്ഞാൽ കട്ട ഫേക്ക് ആക്സെന്റ്. അവരോടും തമിഴിൽ സംസാരിച്ചാൽ മനസ്സിലാവും. എനിക്ക് പിന്നെ തമിഴ് അങ്ങനെ സംസാരിക്കാൻ കേട്ടാൽ മനസ്സിലാവും, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ അങ്ങനെ സംസാരിക്കാൻ അറിയാത്തില്ല. അങ്ങനെ നമ്മളെ ഇപ്പൊ കണ്ട പൂവങ്കോയുടെ കഥയെല്ലാം പറഞ്ഞ് നമ്മൾ വണ്ടി എത്തി. നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. അശ്വിൻ ജിമ്മിൽ പോയിരിക്കുക, എത്തിയിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വിശക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കെമിസ്റ്റ് വെയർ ഹൗസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് സാധനം മേടിക്കാനുണ്ടെന്ന്, കുറച്ച് സപ്ലിമെന്റ്സ് മേടിക്കാനുണ്ട്, കുറച്ച് സീറം മേടിക്കാനുണ്ട്. അത് ഇന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് പുറത്തിറങ്ങാം. ഓക്കെ,
പിന്നെ ഇതാണ് ടുങ്കാബിയിലെ ജിമ്മ്. At the roundabout, turn right onto Cornelia Road. ഇതാണ് Then ഇവിടുത്തെ use the left ജിമ്മ്. lane to turn left onto Wentworth Avenue. പിന്നെ ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ആദ്യം വന്നപ്പോൾ ഞങ്ങൾ താമസിച്ച ഈ ബിൽഡിങ്ങിലാണ്. അതിപ്പോൾ വണ്ടിക്കകത്താണ്ട് എനിക്ക് കറക്റ്റ് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഈ ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ആദ്യം വന്നപ്പോൾ താമസിച്ചത്. അങ്ങനെതാ നമ്മളെ വീട്ടിലെത്തിയേ. ചെന്നിട്ട് ഭക്ഷണം കഴിക്കണം. മടുത്തു. കാരണം ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഇത്രയും ക്ഷീണം വന്ന അല്ലേ വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ബാ. നമ്മൾ നേരത്തെ വീട്ടിൽ വന്നില്ലേ, വീട്ടിൽ വന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം വെറുതെ ഇരുന്നു. ഒരു സിനിമയൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ദാ 7 മണി ആയപ്പോഴാണ് നമ്മൾ ആ കെമിസ്ട്രി പോവാന്ന് വിചാരിച്ചിറങ്ങിയത്. അപ്പം ഞാൻ തന്നെ പോകാൻ വേണ്ടിയിരുന്ന. അപ്പോൾ ഈ ചടനയും കൂടെ പൊക്കിക്കൊണ്ടാണ് പോകുന്നത്. വോളണ്ടറി അല്ല. അശ്വിന് എന്തോ മേടിക്കാനുണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. അല്ലാണ്ടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. അപ്പൊ നമ്മുടെ അടുത്ത അജണ്ട കെമിസ്റ്റ് വെയർഹൗസ്. നമ്മള് കെമിസ്ട്രി പോകുന്നതിന് മുന്നേ വണ്ടി ഒന്ന് കഴുകാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ കാർ വാഷ് വന്നിരിക്കുന്ന. ഇവിടെ കാർ വാഷും, ഇത് കാർ വാഷ്, ഇത് പെട്രോൾ പമ്പ്, എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു സെറ്റപ്പാണ്. നമ്മള് ഓട്ടോമാറ്റിക് കയറ്റുന്ന, അതെ, നമ്മള് ഓട്ടോ കാർ വാഷിലാണ് കയറ്റുന്നത്. ഹായ്, ഇതെന്താ മറ്റേ ഡിസ്കോ ഫ്ലോർ പോലെ ഉണ്ടല്ലോ. ഇവിടെ കാർഡ് ടാപ്പ് ചെയ്ത് പേ ചെയ്ത് $25. $25 ഓട്ടോ കാർ വാഷ് ആണിത്. ഓക്കെ, അപ്പോൾ ഇതാ പേ ചെയ്തു. എന്നിട്ട് കാർ ഫ്രണ്ടിലോട്ട് കയറ്റി. എല്ലാം ഓട്ടോമാറ്റിക് ആണ്. അശ്വരാണെങ്കിൽ ചില്ലർ താഴ്ത്തി വെച്ചിരിക്കരുത്. ഭാഗ്യം ഒന്നും കേറിയില്ല. തുടങ്ങി വണ്ടിയുടെ അകവും കൂടെ കഴുകി കിട്ടിയേനെ. മൂവ് ഫോർവേഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഫോർവേഡ്. ഓക്കെ, എന്തൊക്കെയോ സാധനങ്ങൾ നീങ്ങുന്നുണ്ട്. നമ്മൾ ഒരിക്കതേപോലെ, ആഹാ നല്ല ലൈറ്റൊക്കെ കേട്ടോ, അടിപൊളി. ഒരിക്കതേപോലെ നമ്മൾ വന്നിട്ടേ കോഫി ഉണ്ടായിരുന്നു കൂടെ വണ്ടിക്കകത്ത്. കോഫി പേടിച്ചു പോയി. ഞങ്ങള് കോഫീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു, എന്നാലും അവൻ പേടിച്ചു പോയി. ആഹാ, നീ നല്ല സോപ്പ്. കഴിഞ്ഞോ? വലിയ ഒച്ചപ്പാടൊക്കെ അല്ലേ? കോഫി ശരിക്കും ഒന്ന് പേടിച്ചു പോയായിരുന്നു. ഓക്കെ, ഇത് ഏതൊക്കെ സ്റ്റേജ് എത്തി എന്നുള്ളത് ഇതിനകത്ത് കാണാൻ. ഇപ്പൊ എയർ ഡ്രൈയിങ്. ഇപ്പൊ ക്ലീനിങ്, വാഷിംഗ്, പോളിഷിംഗ്, സർഫസ് പ്രൊട്ടക്ടന്റ്, സ്പോട്ട് ഫ്രീ റിൻസ്, എയർ ഡ്രൈയിങ്. ഇപ്പൊ എയർ ഡ്രൈയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എയർ ഡ്രൈ കഴിഞ്ഞോ? കഴിഞ്ഞു. നമ്മളെ തുറന്നു വിട്ടു. രക്ഷപ്പെട്ടു. നമ്മൾ അകത്ത് ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഇനി അകത്ത്, അയ്യോ ഭയങ്കര സൂം ആയിപ്പോയി.
ഇനി അകത്ത് നമുക്ക് തന്നെ വാക്യൂം ചെയ്യാൻ പറ്റും. അപ്പം അതിനുള്ള സ്റ്റേഷൻസാണ് ഈ കാണുന്നത്. അപ്പോൾ കണ്ട ആൾക്കാർ കാർ വാഷ് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോയി നിർത്തി അകത്തെ ചെയ്യാണ്. പിന്നെ ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ നമ്മൾ ഓട്ടോ വാഷിൽ കയറി, അല്ലാന്നുണ്ടെങ്കിൽ മാനുവൽ കയറണമെങ്കിൽ ഈ 2 സ്റ്റേഷൻസ് മാനുവൽ കാർ വാഷാണ്. അതും ഇതേപോലെ നമുക്ക് ആ മാനുവൽ കാർ വാഷും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് 15 മിനിറ്റ്സോ അങ്ങനെയാണല്ലോ, 15 മിനിറ്റ്സിനുള്ളിൽ നമ്മളെല്ലാം പെട്ടെന്ന് 20 മിനിറ്റ്സോ 15 മിനിറ്റ്സോ അങ്ങനെ എന്തോ മറന്നുപോയി. അപ്പോൾ നമ്മളെല്ലാം തന്നെ പെട്ടെന്ന് ചെയ്യണം. പിന്നെയും അത് കുറച്ചും കൂടെ 20 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ ഓഫാവും സാധനങ്ങളെല്ലാം, വെള്ളവും സോപ്പൊക്കെ ഓഫാവും. അതിന് മുന്നേ തീർക്കണം. അതിന് മുന്നേ ആവുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് പിന്നെയും ടോപ്പപ്പ് ചെയ്യാം, കാശ് പിന്നെയും ടാപ്പ് ചെയ്തിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാനുവൽ കാർ വാഷാണ് ഇത്. വേണ്ടോ നമ്മൾ മാനുവലി എല്ലാം ചെയ്യാം. അപ്പോൾ 15-20 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം വെള്ളം വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് സോപ്പ് വരും. അങ്ങനെ നമുക്ക് ഓരോന്ന് സ്വിച്ച് ഞെക്കി ഓരോ സ്റ്റേജസ് ആയിട്ട് ക്ലീൻ ചെയ്യാം. ഇതങ്ങനെ ഒരു മാനുവൽ കാർ വാഷ് സ്റ്റേഷനാണ്. ഇതടുത്തത് അങ്ങനെ 3 എണ്ണം മാനുവലും ആ നീല ലൈറ്റുള്ള 2 എണ്ണം ഓട്ടോ കാർ വാഷുമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ വണ്ടിയുടെ അകം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വലിയ പവർഫുൾ ഹെവി ഡ്യൂട്ടി വാക്യൂമാണ്. അപ്പോൾ ഈ പവർഫുൾ ഹെവി ഡ്യൂട്ടി വാക്യൂം വെച്ചിട്ട് നമുക്ക് അകം ക്ലീൻ ചെയ്യാൻ പറ്റും. അതിനാണ് ഇപ്പോൾ നമ്മളിവിടെ നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. ഇതിപ്പോൾ എത്ര ഡോളറാ? 9 മിനിറ്റ്സ്. എത്ര ഡോളർ ഇട്ട്? $2. 3 മിനിറ്റിന് $2. $6 9 മിനിറ്റ്സ് കിട്ടും. അപ്പം നമ്മൾ അതാണ് എടുക്കുന്നത്. എന്നിട്ട് എല്ലാം നമുക്ക് വാക്യൂം ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് വാക്യൂം ചെയ്യാനായിട്ടുള്ള മാറ്റ്സ് അതൊക്കെ ഒന്ന് ചെയ്യണം. നല്ല പവർഫുൾ ആയിട്ടുള്ള വാക്യൂമാണ്. എല്ലാം നല്ല സ്പീഡിലും പെട്ടെന്നും നല്ല വൃത്തിയായിട്ടും ചെയ്യാൻ പറ്റും. 9 മിനിറ്റ്സ് കൊണ്ട് നമ്മളെല്ലാം ചെയ്ത് തീർക്കണം. നമ്മളങ്ങനെ വണ്ടിയുടെ അകം എല്ലാം വാക്യൂം ചെയ്ത് കഴിയും കേട്ടോ. 9 മിനിറ്റ്സ് കൊണ്ട് മൊത്തം വാക്യൂം ചെയ്ത് അകത്തെ ഡാഷ് ബോർഡും ഒക്കെ നമ്മൾ സർഫസ് പ്രൊട്ടക്റ്റൻ്റ് കൊണ്ട് ക്ലീനൊക്കെ ചെയ്തു. പുറകിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാനുവൽ കാർ വാഷ് നടക്കുന്നത്. കണ്ടോ, കാറ് മൊത്തം സോപ്പിലാണ് ഇപ്പോൾ. അങ്ങനെ നമുക്ക് മാനുവലിയും ഇത് ചെയ്യാം. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ എന്നിട്ട് കെമിസ്റ്റ് വെയർ ഹൗസിലെത്തി കേട്ടോ. കെമിസ്റ്റ് വെയർ ഹൗസ് ഓസ്ട്രേലിയയിൽ ഒരു വലിയൊരു ഫാർമസി ചെയിനാണ്. ഇവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രൊവൈഡർ. അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം വേറെ എവിടെയുള്ളതിനെക്കാട്ടിലും ചീപ്പായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വോളിയം സെയിൽസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് സപ്ലയേഴ്സായിട്ട് നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വില നന്നായിട്ട് കുറവായിട്ടിരിക്കുന്നത്. ഇവിടെ മെഡിസിൻസ് കിട്ടും, കോസ്മെറ്റിക്സ് കിട്ടും, പിന്നെ സപ്ലിമെൻറ്റ്സ്, പിന്നെ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അങ്ങനെ അതായിരുന്നു ഇന്നത്തെ ഒരു സാറ്റർഡേയുടെ വിശേഷങ്ങൾ. കുറച്ച് കാര്യങ്ങൾ മേടിക്കാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ട് അങ്ങനെ ഇപ്പോൾ വൈകുന്നേരമല്ല രാത്രിയായി. അപ്പൊ ഇനി വേറെ ഒന്നുമില്ല, ഇനി പോയി കിടന്നുറങ്ങാൻ പോവാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അശ്വനോട് ഞാൻ പറഞ്ഞതാ വൈൻഡപ്പ് പറയുമ്പോ ബൈ പറയണേ. അപ്പൊ മറ്റൊരു വീഡിയോ കേൾക്കുന്നവരെ അയ്യ എന്നെ കൂടെ കൊണ്ടുപോകും.